ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് ഫ്രണ്ട്സ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ അവരുടെ കൊട്ടാരത്തിൽ കനിനെ ശരിക്കും ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യും. അവനെ അവിടുത്തെ രാജകുമാരനാക്കിയിട്ട് കിരീടം വെച്ചു കൊടുക്കുന്ന ചടങ്ങൊക്കെ നടക്കുന്നതായിരുന്നു കാണിച്ചത്. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ബാക്കി തന്നെയാണ് കാണിക്കുന്നത്. കനിന് കിരീടമൊക്കെ വെച്ചു കൊടുത്ത് അവനെ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ കനിനാണെങ്കിൽ പിയാനോ ഒക്കെ വായിച്ചിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും പരസ്പരം സംസാരിക്കുവാണ്. ആ സമയം കനിനോട് സംസാരിക്കാനായിട്ട് ഒരു രാജകുമാരി വരുന്നുണ്ട്. അവനെ കണ്ടതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് പോകുന്നുണ്ട്. അവരുടെ രാജ്യത്തുള്ള രാജകുമാരിയല്ല, ഇത് മറ്റൊരു സ്ഥലത്തുള്ള രാജകുമാരിയാണ്. അങ്ങനെ അവർ സംസാരിച്ച് പോയി കഴിയുമ്പോഴത്തേക്കും ചൈനയിൽ നിന്ന് വന്നിട്ട് ഒരു എംപറർ ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അയാളെ പറ്റിയിട്ട് കനിനൊന്നും അറിയത്തില്ല. എന്നാൽ കനിൻ്റെ മുത്തശ്ശനായിട്ട് ഒരു രാജാവിന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം അയാളുമായിട്ട് ചൈനീസിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. കനിന് ഇവിടെയുള്ള ആൾക്കാരെയൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ ഒരു ഫംഗ്ഷനിൽ അവന് നന്നായിട്ട് എല്ലായിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കനിനും ചരണും ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എംപറർ ആയിട്ടുള്ള ആൾ വന്ന് സംസാരിക്കുമ്പോൾ കനിന് ആരാണെന്ന് അറിയൂടാത്തതുകൊണ്ട് തന്നെ അവനിങ്ങനെ ജസ്റ്റ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം ചരനാണെങ്കിൽ സൈഡിൽ നിന്നിട്ട് അവനാണെങ്കിൽ ആ ഇയർഫോൺ വഴി കനിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ആരാണ് എന്താണെന്ന്. അങ്ങനെ കാര്യം മനസ്സിലായി കഴിയുമ്പോൾ കനിനും ചൈനീസ് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ചൈനീസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു രാജകുമാരൻ, ആ രാജകുമാരൻ്റെ പേര് കാൽവിൻ എന്നാണ്. ഈ ഒരു രാജകുമാരൻ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും രാജാവിൻ്റെ അടുത്തും പിന്നെ കനിനോടും സംസാരിക്കുന്നുണ്ട്. ആ സമയം ഈ കാൽവിൻ രാജകുമാരൻ്റെ അച്ഛനാണെങ്കിൽ രാജാവിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ മകന് ഇവിടെ ഹിമാലയിലുള്ള ആർട്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും രാജാവ് പറയുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ, ഓക്കെ എന്ന് പറയും, സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം വേറെ പലരും വന്ന് കനിനോട് സംസാരിക്കുകയും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബബ്ലു വന്നിട്ട് കനിൻ്റെ അടുത്ത് വാ, ഡാൻസ് ഒക്കെ തുടങ്ങാൻ പോയല്ലേ, നിന്നെ റെഡിയാക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഡാൻസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പെയറായിട്ട് കളിക്കുന്ന ഡാൻസാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ബബ്ലു ആണെങ്കിൽ കനിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ടൈമിന് പാർട്ട്നേഴ്സിനെ ചേഞ്ച് ചെയ്താണ് കളിച്ച് പോകുന്നതെന്ന്. അങ്ങനെ കളിക്കുന്ന ടൈമിന് റാമിലാണെങ്കിൽ ഒരു പെൺകുട്ടിയോടെ കളിക്കുമായിരുന്നു. ആ സമയമെല്ലാം പൈത്തായിനായിരുന്നു അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പൈത്തായി മറ്റൊരു പെൺകുട്ടിയോട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കനിനെ കാണിക്കുവാണെങ്കിൽ അവൻ ഡാൻസ് ചെയ്യുന്ന ടൈമിന് ചരനാണെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിരുന്നു അവൻ്റെ ശ്രദ്ധയിൽ മൊത്തം ഉണ്ടായിരുന്നത്. പാർട്ട്നേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ ടൈമായതും ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് പകരം ഉടനെ തന്നെ കനിൻ ചരൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു പോകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് കനിൻ വീഴാനായിട്ട് പോകുന്നതും ചരൻ അവനെ പിടിക്കുന്നുണ്ട്. ആ സമയം എല്ലാവരും ഡാൻസ് കളിക്കുന്ന നിർത്തിയിട്ട് അവരുടെ ശ്രദ്ധ നേരെ ഇവരിലേക്ക് വരുന്നുണ്ട്. അവിടെ ഇരുന്ന റിപ്പോർട്ടേഴ്സും എല്ലാവരും ഉടനെ തന്നെ ക്യാമറ എടുത്തിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് ഇതൊരു ന്യൂസ് ആവാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ബബ്ലു വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കനിനെ വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കനിന് അടുത്ത ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനിങ്ങനെ ഒരുക്കുന്നുണ്ട്. ആ സമയം ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ബബ്ലു, ഇങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കനിനും ചരനും ഡാൻസ് കളിച്ചപ്പോൾ അവൻ വീഴാൻ പോയപ്പോൾ ചരൻ അവനെ പിടിച്ചതെല്ലാം തന്നെ ആ റിപ്പോർട്ടേഴ്സ് ഫോട്ടോ എടുത്തുകൊണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിനും കനിനും ചരനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നും ബബ്ലു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും പറയുന്ന ഒരു ഉത്തരത്തിലും ചരനെ കുറിച്ച് പറയരുതെന്ന് പറയുന്നുണ്ട്. ചരനും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങൾ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കനിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അവൻ്റെ അടുത്തപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു രാജകുമാരനായപ്പോൾ മുമ്പത്തെ ലൈഫ് സ്റ്റൈലും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം താൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബബ്ലു എന്താണോ അവനെ പഠിപ്പിച്ചു കൊടുത്തത് അത് തന്നെ പറയുന്നുണ്ട്. ആ ടൈമിന് അടുത്തൊരു ചോദ്യം വരുന്നത് കഴിഞ്ഞ ദിവസം ചരനും നിങ്ങളും ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നിയല്ലോ, നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് എന്ന്. ആ ടൈമിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചെങ്കിലും കനിൻ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തന്നെ അവനുണ്ടെ ബബ്ലുവിനെ നോക്കുകയാണ്. ബബ്ലു അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നവരുടെ അടുത്ത് ഇൻ്റർവ്യൂവിൻ്റെ സമയം കഴിഞ്ഞു, കനിന് വേറെ അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നിരിക്കുമ്പോൾ കനിനാണെങ്കിൽ ഞാൻ മടുത്തു എന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ആ സമയം ബബ്ലു ആണെങ്കിൽ ഞാൻ പോയിട്ട് കുറച്ച് സ്നാക്സ് എടുത്തോട്ട് തരട്ടെ എന്ന് വെച്ചപ്പോൾ ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബ്ലുവും അവൻ്റെ കൂടെയുള്ള പയ്യന്മാരും കൂടെ ആയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ആ ടൈമിന് ചരനും കനിനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേ ടൈമിന് തന്നെ കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്ത് തന്നെ കനിൻ ചരനോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് ചരനോട് നീ ഫുൾ ടൈം നിൽക്കുകയല്ലേ ചെയ്യുന്നത്, നിനക്ക് കാല് വേദനിക്കുന്നില്ലേ, വന്നിവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ചരൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കനിൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള സോഫയിലായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ കനിൻ അവിടെയല്ല എൻ്റെ അടുത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തൊട്ടടുത്തിരിക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ ചരൻ അവൻ്റെ അടുത്ത് നിന്നിരിക്കുമ്പോഴത്തേക്കും കനിനാണെങ്കിൽ നിൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ചരൻ അത് പിന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, പിന്നെ അശ്വദേവത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ട്. കനിനപ്പോൾ പിന്നെന്താ ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നീ അങ്ങോട്ടേക്ക് കൂടെ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചരനാ സമയം അത് പിന്നെ നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇന്നലെ ഡാൻസ് കളിച്ച സമയത്ത് നമ്മൾ ക്ലോസ് ആയി നിൽക്കുന്നതൊക്കെ ഫോട്ടോ എടുത്തിട്ട് അതൊരു റൂമറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അത് വീണ്ടും റൂമറാവാതിരിക്കാനും നിങ്ങളുടെ ഇമേജ് നന്നായിട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരാത്തതെന്ന് പറയുന്നുണ്ട് കനിൻ. അപ്പോൾ നീ എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടല്ലേ, നിനക്ക് അതങ്ങനെ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചരൺ ഞാൻ നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. കനിനപ്പോൾ ഏത് രീതിയിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ബബ്ലു വരുന്നത്. എന്നാൽ ബബ്ലു വരുന്ന ടൈമിന് അവരുടെ റൂമിൻ്റെ പുറത്തായിട്ട് 2-3 ആൾക്കാർ നിന്നിട്ട് അവർ ഫ്ലേർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ബബ്ലു ആണെങ്കിൽ ഓടി റൂമിലേക്ക് വന്നിട്ട് കനിൻ്റെ അടുത്തും ചരണിൻ്റെ അടുത്തും ഒരു പ്രശ്നമുണ്ടെന്ന് പറയാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് കനിൻ അവൻ്റെ ഡ്രസ്സിൽ വെച്ചിരുന്ന മൈക്ക് അത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കനിനും ചരനും സംസാരിച്ച ഏത് രീതിയിലാണ് കെയർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഫ്ലേർട്ടിങ് പോലെയുള്ള ആ ഒരു സംസാരം എല്ലാം തന്നെ ആ ഒരു ഇൻ്റർവ്യൂക്കാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതപ്പം തന്നെ ഒരു ന്യൂസ് ആവുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ മൊത്തം വരുന്നുണ്ട്. ഇവർ തമ്മിൽ എന്തോ ഉണ്ടെന്നുള്ള രീതി തന്നെ അവർ തന്നെ ഫുള്ള് ന്യൂസായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവയെയും അവളുടെ അച്ഛനെയും കാണിക്കുമ്പോഴത്തേക്കും അവയ്ക്ക് ഇതൊന്നും കേട്ടിട്ടൊരു മൈൻഡും ഇല്ല. ആ സമയം അവളുടെ അച്ഛനാണെങ്കിൽ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ അടുത്ത് രാജാവാകാനുള്ളതിൻ്റെ. അപ്പോൾ അതിനു മുമ്പേ ആയിട്ട് എനിക്ക് തോന്നുന്നത് അശ്വദേവ ട്വിൻസ് മനഃപൂർവ്വം ഇങ്ങനെ ശ്രദ്ധ നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നാ. നിനക്കിത് കണ്ടിട്ട് ഒരു കൂസലും ഇല്ലേ? നീയും ഇപ്പോൾ ഈ വർഷം മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയല്ലേ. ഫെൻസിങ്ങിൽ നീ ജയിക്കണമെങ്കിൽ നിനക്ക് നല്ലൊരു ട്രെയിനറിനെ വേണം, ഒരാളെ വേഗം തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവയാണെങ്കിൽ ഓൾറെഡി എന്നെ ട്രെയിനിങ് ചെയ്യാനായിട്ട് മീര ഉണ്ടല്ലോ, അവൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവ എഴുന്നേറ്റ് പോവാണ്. അടുത്ത റാമിലിനെ കാണിക്കുമ്പോൾ അവനും ഈ ന്യൂസ് അറിയുന്നുണ്ട്. ന്യൂസ് അറിഞ്ഞിട്ട് ഇത് മനഃപൂർവ്വം ആ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവർക്ക് ശ്രദ്ധ നേടാനായിട്ട് ഇവർ തന്നെ ചെയ്തു കൂട്ടുന്നതാണെന്ന് കരുതിയിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. ആ സമയം പൈത്തായി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്തും കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പൈത്തായും നോക്കുമ്പോഴത്തേക്കും കനിനും ചരനും ഒരുമിച്ചുള്ള കുറേ ന്യൂസ് വന്ന് കിടക്കുന്ന കാണുന്നുണ്ട്. അടുത്ത് കനിനെയും ചരനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ രാജാവ്, അതായത് കനിൻ്റെ മുത്തശ്ശൻ അവരെ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. വരുമ്പോൾ തന്നെ മുത്തശ്ശൻ ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ കനിനാണെങ്കിൽ മനസ്സിലായി, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ആൾക്കാർ പറയുന്ന പോലെ ഒന്നുമില്ല, എന്നെ ലണ്ടനിൽ നിന്ന് ഇനി മാലി വരെ കൊണ്ടുവന്നത് ചരനല്ലേ, ആ ടൈമിന് ഞാനും അവനും ക്ലോസ് ആയതാ, അല്ലാണ്ട് മറ്റൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ചരനും അപ്പോൾ അതെ ഞാൻ കനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മറ്റൊരു ഫീലിങ്സും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം രാജാവ് കനിൻ്റെ അടുത്ത് ഓക്കെ നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പക്ഷേ ഇനി നീ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട്, ഇതുപോലൊരു റൂമർ ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കനിനോടും പറയുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ സെയിം ജെൻഡർ മാരേജ് എല്ലാം തന്നെ സമ്മതിച്ചതാണ്, അങ്ങനെയൊന്നും കല്യാണം കഴിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷേ നീ എൻ്റെ കൊച്ചുമോനാണ്. പിന്നെ ചരനെ പറ്റി പറയുകയാണെങ്കിൽ അവനെ ഞാൻ ദത്തെടുത്ത് വളർത്തിയതാണ്, അതായത് അവനും എൻ്റെ കൊച്ചുമോനാണ്. എൻ്റെ ഫാമിലിയിലുള്ള 2 പേര് തന്നെ ഇഷ്ടത്തിലാവുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അത് ഞാൻ അനുവദിക്കത്തില്ലെന്നും പറയുന്നുണ്ട്. ആ സമയം കനിനും ചരനും അതിന് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആട്ടെ ബബ്ലു ആണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു ഐഡിയ പറയുന്നുണ്ട്. അതായത് കനിനെയും ചരനെയും ഒരുമിച്ച് നിർത്തിയിട്ട് അവർ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ ഒരുമിച്ച് നിർത്തണം. അതായത് ഡെയിലി ലൈഫിൽ അവരെപ്പോഴും ഒരുമിച്ച് തന്നെയാണുള്ളത്, അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അല്ലാണ്ട് അവർക്കിടയിൽ മറ്റൊരു ഫീലിങ്സും ഇല്ല എന്ന് ആൾക്കാരെ വരുത്തി തീർക്കാനായിട്ടും അതിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മുടെ ബബ്ലു ഒക്കെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ ലവാണ് ഫീലിങ്സ് ആണെന്നൊന്നും ആൾക്കാർ കരുതത്തില്ല, നോർമലി ഉള്ള സംഭവമാണ്, അവർ ജസ്റ്റ് ബ്രദേഴ്സിനെ പോലെ ക്ലോസ് ആയി ഇരിക്കുകയാണെന്ന് മാത്രം ആൾക്കാർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവരെടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞ് കനിൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ കൂടെ ബബ്ലുവും ചരനും വരുന്നുണ്ട്. അങ്ങനെ ബബ്ലു ആണെങ്കിൽ ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരാൻ പറയുമ്പോൾ കനിൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബബ്ലുവിൻ്റെ അടുത്ത് റൂമിൽ നിന്ന് പോകാൻ പറയുമ്പോൾ ബബ്ലു ഫസ്റ്റ് ചരനെ പറഞ്ഞു വിടാൻ നോക്കുകയാണ്. എന്നാൽ ബബ്ലുവിൻ്റെ അടുത്ത് കനിൻ ഞാൻ നിൻ്റെ അടുത്താണ് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബബ്ലുവിനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ചരൺ പോകാനായിട്ട് തുടങ്ങുമ്പോൾ നിൻ്റെ അടുത്ത് ഞാൻ പോകാൻ പറഞ്ഞില്ലല്ലോ, നീ ഇവിടെ ഇരിക്കുക, എനിക്ക് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് കനിൻ പറയുന്നുണ്ട്. അങ്ങനെ ചരൺ അവിടെ നിൽക്കുന്ന സമയത്ത് കനിനാണെങ്കിൽ ചരൻ്റെ അടുത്ത് മുത്തശ്ശനാണെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീയാണെങ്കിൽ എന്നെ ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണോ നീ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചരൺ അതിന് മറുപടി കൊടുക്കാതെ സമയം ലേറ്റായി, നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ കനിനാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ 2-3 മുട്ടായികൾ എടുത്തു നോക്കുന്നുണ്ട്. ഈ മുട്ടായി എന്ന് പറയുമ്പോൾ ലണ്ടനിൽ നിന്ന് അവൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവൻ ഇത്രയും കാലം നോക്കി വളർത്തി അവൻ്റെ അച്ഛനായിട്ട് നിൽക്കുന്ന അയാൾ ആ ഒരു അറ്റാക്കൊക്കെ നടക്കുന്നതിന് മുമ്പേ ആയിട്ട് ഇവന് കൊടുത്ത മുട്ടായി ആയിരുന്നു. ആ മുട്ടായി ഇവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അയാൾ മരിച്ചെന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അയാളുടെ ഓർമ്മയ്ക്ക്, അതായത് സ്വന്തം അച്ഛനായിട്ട് ഇപ്പോഴും അയാളെ തന്നെ ഇവൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവൻ വച്ചേക്കുന്നതാണ് ആ മുട്ടായി. അങ്ങനെ അതൊക്കെ നോക്കിയ ശേഷം അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഇവനൊരു ക്ലാസ് ഉണ്ടായിരുന്നു.
ചരനായിരുന്നു ആ ഒരു ക്ലാസ് അവന് പറഞ്ഞു കൊടുക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിമാലി സാമ്രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയും സംഭവങ്ങളും അവരെങ്ങനെ ഇതെല്ലാം തന്നെ ഒന്നിച്ചിങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോൾ അസദേവാത്തൻ, പുജോങ് ബിസത്ത, വിഷ്മേത ഇവരെല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള റീസൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കനിൻ്റെ ശ്രദ്ധ ഇവിടെ ആയിരുന്നില്ല, അവൻ വേറെ ചിന്തയിലിരിക്കുമായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ വേറെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ചരൺ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ആ സമയം കനിനാണെങ്കിൽ അത് പിന്നെ എനിക്കാണെങ്കിൽ ഇതൊന്നും അറിയണമെന്നോ ഇത്രയും രീതിയിലൊക്കെ എത്തിച്ചേരണമെന്നോ ഒന്നുമില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ അച്ഛനെ അന്വേഷിച്ചാൽ വന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു ടൈമിന് ശരിക്കും അവൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. കനിനോട് അങ്ങനെ പറയാനായിട്ട് രാജാവാണല്ലോ ചരണിനെ ഏൽപ്പിച്ചത്. ആ ഒരു കാര്യമെല്ലാം ചരൺ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ബബ്ലുവിൻ്റെ അടുത്ത് അവിടെ നിന്ന് പോകാൻ പറയാണ്. ബബ്ലു പോയി കഴിഞ്ഞതും എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കനിൻ ഓക്കെ ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്ന് പറയാണ്. അങ്ങനെ ചരൺ കനിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചരൺ അന്ന് വേദിസിനെ മീറ്റ് ചെയ്യുന്ന ടൈമിന് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരാളുടെ പോക്കറ്റിൽ നിന്ന് ചരൺ എടുത്ത സാധനം എന്താണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് വേദിസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വേദിസ് അവന് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ അറ്റാക്ക് ചെയ്ത ആ ഒരാളാണെങ്കിൽ ബുച്ചോങ് ബിസത്തിലുള്ളതാണ്. അതായത് റാമിലിൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും ആ ഒരു അവരുടെ നേഷനിലുള്ള ആളാണ്. ആ നേഷനിലുള്ളൊരു പോലീസുകാരനായിരുന്നു ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കനിന് ഡൗട്ട് പോകുന്നുണ്ട്. അതായത് റാമിലിൻ്റെ അച്ഛനായിട്ടുള്ള അയാളാണോ ഇതൊക്കെ ചെയ്തതെന്ന്. കാരണം കനിൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രാജാവാകാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. റാമിലും ഇവനും തമ്മിൽ മത്സരിക്കേണ്ടി വരും. റാമിൽ തോറ്റു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും രാജാവാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പക്ഷേ കൊല്ലാൻ ശ്രമിച്ചതായേക്കാം എന്നൊരു തോട്ട് ഇവൻ്റെ മനസ്സിലും വരുന്നുണ്ട്. അങ്ങനെ ഈ കാര്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ കനിനാണെങ്കിൽ ചരണിനോട് പറയുന്നുണ്ട്, ഇത് നീ എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത്, അതായത് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, നീ പറയണ്ട. എനിക്ക് ബുച്ചോങ് ബിസത്തിൽ നേരിട്ട് പോകണം, അവരെന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയണമെന്ന് പറയുന്നുണ്ട്. അടുത്ത പിന്നീട് ബുച്ചോങ് ബിസത്ത് കാണിക്കുമ്പോൾ റാമിലും അവൻ്റെ അച്ഛനും അവിടെ ഇരിക്കുന്ന ടൈമിന് കനിൻ വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിയ്ക്കുന്ന സമയം തന്നെ കനിൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കനിൻ അങ്ങോട്ടേക്ക് വരുന്നതിൽ ആ ഒരു രാജാവിന് തീരെ ഇഷ്ടമല്ല. എന്ന് അവനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ഭയങ്കര കാര്യത്തിൽ തന്നെ അവൻ ഇൻവൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് റാമിലാണെങ്കിൽ കൊട്ടാരം മൊത്തം കാണിച്ചു തരും. പിന്നെ ഞങ്ങൾക്കൊരു മ്യൂസിയം ഉണ്ട്, അങ്ങോട്ടേക്ക് ചെന്നാൽ ഹിമാലയനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം തന്നെ റാമിൽ കാണിച്ചു തരും. നിങ്ങളുടെ ഒരേ ഏജ് ഉള്ളതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ക്ലോസ് ആവുന്നത് നന്നായിരിക്കും എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റാമലിനെ അവൻ്റെ അവിടെ പറഞ്ഞു വിടുന്നുണ്ട്. കൂടെ തന്നെ ചരനും ബബ്ലും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ റാമിൽ കാണിച്ചു കൊടുത്ത് പോകുന്ന സമയം നമുക്ക് കൊട്ടാരത്തിൻ്റെ പുറത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. അവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെയൊന്നും കയറ്റത്തില്ല, പുച്ചോങ് ബിസത്തിലുള്ളവരെ മാത്രമേ കയറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കനിൻ ഓക്കെ എന്നും പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചരനും കനിനും ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിന് ചരൻ പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും റാമിലിനെ വിശ്വസിക്കരുത്, കാരണം ഈ പുച്ചോങ് ബിസത്തിലുള്ള ഒരാളല്ലേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെന്ന്. ആ സമയം കനിൻ പറയുന്നുണ്ട്, പക്ഷേ റാമിലിന് അതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. എന്നാലും ചരൻ പറയാണ്, പക്ഷേ ഫെൻസിങ്ങിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മത്സരിക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവനെ നീ ഒരിക്കലും വിശ്വസിക്കാൻ നിൽക്കരുതെന്ന്. ആ സമയം കനിൻ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഉടനെ തന്നെ കോൾ ചെയ്തോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ചരനെ കൂടെ കൂട്ടാതെയാണ് അവൻ റാമിലിൻ്റെ കൂടെ പോകുന്നത്. സൈക്ലിംഗ് ചെയ്താണ് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലേണ്ടത്. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഗുഹയൊക്കെ പോകുന്ന പോലത്തെ ഒരു സ്ഥലത്ത് അവിടേക്ക് എത്തിയിട്ട് അവിടെ ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും റാമിൽ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ആക്ച്വലി പുച്ചോങ് ബിസത്ത്, അതായത് ഞങ്ങളുടെ ഫാമിലിയിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ നീയും ഞാനും ഒരു ഫാമിലിയാണ്. നിൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ കസിനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കനിന് സമ്മാനമായിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ ഒരു പാമ്പിൻ്റെ ഒരു സ്റ്റാച്ചു ഇരിപ്പുണ്ടായിരുന്നു. ആ സ്റ്റാച്ചു കാണിച്ചു കൊടുത്തിട്ട് ഇത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്നും റാമിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം പുച്ചോങ് ബിസത്തിൻ്റെ ഫ്ലാഗിൽ ഉള്ള ഡിസൈൻ തന്നെ ഒരു പാമ്പിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബ്രേസ്ലെറ്റ് നീ നോക്കി നോക്ക്, ഞാൻ നിനക്ക് ഇട്ടുതന്ന ബ്രേസ്ലെറ്റിൽ ആ ഒരു പാമ്പിൻ്റെ ചിഹ്നമുണ്ട്, അത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ അവൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ ആ ബ്രേസ്ലെറ്റ് കാണാനുണ്ടായിരുന്നില്ല. ആ സമയം റാമിൽ അത് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ട് അവർ നോക്കുന്നുണ്ട്, എന്നാൽ കാണുന്നില്ല. ആ സമയം റാമിൽ ഞങ്ങൾ പുച്ചോങ് ബിസത്തുകാർ ഗിഫ്റ്റ് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനൊന്നും സംഭവിക്കാതെ ജീവൻ കൊടുത്ത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരാം, ചിലപ്പോൾ നമ്മൾ വന്ന വഴിക്ക് എവിടെയെങ്കിലും കാണും, നീ ഇവിടെ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് രാമിലുണ്ടെ അവൻ്റെ സൈക്കിളും എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് അവനാണെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നുണ്ട് ബ്രേസ്ലെറ്റ്. എന്നാൽ അവൻ തിരിച്ച് കനിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല, നേരെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇതേസമയം കനിനെ കാണിക്കുമ്പോൾ റാമിൽ വരാത്തതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോകാൻ നിൽക്കുന്നുണ്ട്. കാരണം അവനാണെങ്കിൽ ഒരിടത്തും അന്വേഷിച്ചിട്ട് ആ ബ്രേസ്ലെറ്റ് കിട്ടുന്നില്ല. കോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഫോൺ നോക്കുമ്പോൾ സിഗ്നലും ഉണ്ടാകുന്നില്ല. അങ്ങനെ അവൻ പോകുന്ന ടൈമിന് സൈക്കിളിൽ നിന്ന് വന്ന് വീഴുന്നുണ്ട്. നോക്കുമ്പോൾ സൈക്കിൾ പഞ്ചറാവുന്നുണ്ട്. അങ്ങനെ അവനിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്കും അപ്പോഴും ഫോണിൽ സിഗ്നൽ വന്നിട്ടില്ല. അതിനുശേഷം കൊട്ടാരത്തിൽ കാണിക്കുമ്പോൾ ചരനും പിന്നെ ബബ്ലുവും എല്ലാം കനിൻ ഇപ്പം തന്നെ തിരിച്ച് വരുമായിരിക്കും എന്നിങ്ങനെ പ്രതീക്ഷ നിൽക്കുവാണ്.
അവരിപ്പോഴും പുച്ചോങ് വിസത്തിൽ ആ കൊട്ടാരത്തിൽ തന്നെയാണുള്ളത്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് പൈത്തായി വരുന്നുണ്ട്. വന്നിട്ട് റാമിലൊക്കെ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ റാമിനും കനിനും കൂടെ ആയിട്ട് ഒരു സ്ഥലം വരെ പോയിക്കാണ്, ഉടനെ എത്തുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് റാമിൽ വന്നിട്ട് കനിനെ കാണാനില്ല എന്നൊക്കെ പറയുന്നത്. ഉടനെ തന്നെ അവൻ അന്വേഷിച്ച് ചരൺ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം പൈത്തായി അവിടെ നിൽക്കുന്ന കാണുന്നതും റാമിൽ അവരെ തടങ്ങിയിട്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നീ നാളെയല്ലേ വരൂ എന്ന് പറയുന്നത്, നീ എങ്ങനെ ഇന്ന് തന്നെ തിരിച്ചെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാം, ഇപ്പം നമുക്ക് കനിനെ കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ചരണിൻ്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ നേരത്തെ അവർ പോയ അതേ സ്ഥലത്തേക്ക് ഇവരെല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. ഓരോരുത്തരും ഓരോ വഴിക്ക് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും കനിനെ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ചരൺ തന്നെയാണ്. അങ്ങനെ ചരനാണെങ്കിൽ ഐ എം സോറി, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കനിൻ അല്ല നീ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കനിൻ്റെ കാല് മുറുകിയിരിക്കുന്നത് ചരൺ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം താൻ സൈക്കിളിൽ നിന്ന് വീണപ്പോൾ മുറിഞ്ഞതാണ്, സൈക്കിൾ പഞ്ചറായപ്പോഴും പിന്നെ ഫോണിൽ സിഗ്നൽ പോയപ്പോഴും തനിക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ചരനാണെങ്കിൽ കനിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങാണ്. ആ സമയം ബാക്കിയുള്ളവർ വരുന്ന കാണുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് കരുതിയിട്ട് തന്നെ താഴെ ഇറക്കാനായിട്ട് കനിൻ ചരണിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ താഴെ ഇറക്കി നിർത്തുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് റാമിൽ വന്നിട്ട്, സോറി ഞാനാണെങ്കിൽ തിരിച്ച് വന്നതാണ്, പക്ഷേ ആ സമയം നിന്നെ അവിടെ കണ്ടില്ല, ഇതാ ബ്രേസ്ലെറ്റ് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത് വച്ചോ എന്ന് പറഞ്ഞിട്ട് അവനെ ബ്രേസ്ലെറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് റാമിൽ ചെയ്ത പരിപാടിയാണെന്ന് പൈത്തായിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പൈത്തായാണെങ്കിൽ റാമിൽ ഈ പറയുന്ന കള്ളമാണെന്നൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും കനിന് ബബ്ലു ആണെങ്കിൽ മുറിവിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു പുച്ചോങ് ബസ് തന്നെയാണ് ഉള്ളത്. ആ സമയം റാമിലിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ നടന്ന കാര്യത്തിന് സോറി പറയുന്നുണ്ട് കനിൻ്റെ അടുത്ത്. എന്നിട്ട് റാമിലിനെ അടിക്കുന്നതിന് പകരം പൈതായിനെ അടിച്ചിട്ട്, നീ എന്തിനാണ് റാമിലിനെയും കനിനെയും മാത്രം ഒറ്റയ്ക്ക് വിട്ടത്, ഇത് നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് അവൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് റാമിലിൻ്റെ അടുത്ത് കനിനോട് സോറി പറയാണ്. ആ സമയം അയാൾ ഇവരെ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് കനിനാണെങ്കിൽ, അയ്യോ സോറി എന്ന് പറയണ്ട, ഒരു കുഴപ്പമില്ല, എനിക്കൊരു ദേഷ്യമില്ല, ഞാൻ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുവാണ്, എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ചരനും ബബ്ലുവും കനിനും എല്ലാം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ആ രാജാവാണെങ്കിൽ റാമിലിനെയും പൈതായിനെയും ഒരു റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ കൊണ്ടുവന്ന ശേഷം റാമിലിനെ അടിക്കുന്നതിന് പകരം ഈ ചാട്ടവാറുണ്ടല്ലോ ആ സംഭവം ഉപയോഗിച്ച് പൈതായിനെ അടിക്കുവാണ്. അതായത് റാമിൽ ചെയ്യുന്ന എല്ലാ കുറ്റത്തിനും പൈതായിനെയാണ് അയാൾ ശിക്ഷിക്കുന്നത്. ആ സമയം തന്നെ റാമിനും പൈതായും തമ്മിൽ എന്തോ ഉള്ളതായിട്ട് നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ കണ്ടതാണ്. സോ പൈതായിനെ ഇയാളിങ്ങനെ ഹേർട്ട് ചെയ്യുമ്പോൾ റാമിലിനാണെങ്കിൽ എതിർക്കാനും പറ്റുന്നില്ല, കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ അങ്ങനെ ആരും അറിയരുതെന്ന് കരുതിയിട്ടുള്ളതെന്നാണ്. പക്ഷേ റാമിലിൻ്റെ അച്ഛന് അത് അറിയാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പേഴ്സണലി എനിക്കറിയത്തില്ല. എന്തായാലും പൈതായിനെ അടിക്കുന്ന സമയത്ത് റാമിലിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അത് നീ മനഃപൂർവ്വം ചെയ്ത കാര്യമല്ലേ, നീ എന്തിനങ്ങനെ ചെയ്തു, നീ മനഃപൂർവ്വം അവിടെ ഫോണിന് സിഗ്നൽ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ കനിനെ നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ റാമിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നീ കള്ളം പറയുന്നു എന്ന് ചോദിച്ചിട്ട് പിന്നെയും പൈതായിനെ തന്നെ അടിക്കുന്നുണ്ട്. എന്നിട്ട് റാമിലിൻ്റെ അടുത്ത്, നീ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനാണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ആ ഒരു അടി കിട്ടിയതിൻ്റെ വേദനയിൽ പൈതായി റാമിലിനെ നോക്കുന്നുണ്ട്, റാമിൽ കരഞ്ഞുകൊണ്ട് അവനെ നോക്കുന്നുണ്ട്. അതിനുശേഷം കനിനെയൊക്കെ കാണിക്കുമ്പോൾ തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തുന്നുണ്ട്. എത്തിക്കഴിയുമ്പോൾ തനിക്ക് ചരണിനോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ബബ്ലു അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കനിനാണെങ്കിൽ അവിടെ സോഫയിലിരുന്നിട്ട് ചരണിൻ്റെ അടുത്ത്, ഇന്ന് സംഭവിച്ചില്ല, നിൻ്റെ അടുത്ത് ഒരു തെറ്റുമില്ല, പിന്നെ ബുച്ചോങ് ബിസത്തിലുള്ളൊരു പോലീസുകാരനാണ് നമ്മൾ അവിടെ ലണ്ടനിൽ വെച്ച് അറ്റാക്ക് ചെയ്തതെന്നും പിന്നെ ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ രാജാവ് അറിയാതെ നോക്കിക്കോണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യവും രാജാവിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല എന്ന് ചരൺ പറയുന്നുണ്ട്. അതിനുശേഷം ചരൺ നേരെ രാജാവിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഈ നേരം കൊണ്ട് അവിടെ സംഭവിച്ചെല്ലാം ഇയാൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, പകരം ഈ നക്ഷത്രങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആ റൂമിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണിച്ചു കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒരു നക്ഷത്രത്തിനെക്കുറിച്ചും ആകാശത്തിനെക്കുറിച്ചും ഒക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാൽവിൻ എന്ന് പറയുന്ന എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട രാജകുമാരൻ ഇവിടെയുള്ള ഈ ആർട്സ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് വന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇപ്പോൾ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ചരൺ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആർട്സ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണെന്ന് നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലോ തേർഡ് എപ്പിസോഡിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കാൽവിനും അങ്ങോട്ടേക്ക് പഠിക്കാൻ വരുന്നുണ്ടെന്ന് പറയുന്നത്. ആ സമയം കാൽവിനെയും നോക്കാനുള്ള സമയം തനിക്ക് ഉണ്ടാവുമെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രാജാവാണെങ്കിൽ, അത് കുഴപ്പമില്ല, നീ പോയി നിൻ്റെ വർക്ക് ചെയ്തോ, പിന്നെ കനിനെ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ചരൺ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പോയി കഴിയുന്നതും രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന അയാൾ ചോദിക്കുന്നുണ്ട്, അതായത് ആ ബുച്ചോങ് ബിസത്ത് കൊട്ടാരത്തിൽ നടന്ന ഇന്നുണ്ടായ സംഭവങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ലേന്ന്. ആ സമയം ഇല്ല, കാരണം കനിനൊന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കനിനും ചരനും തമ്മിൽ ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് റിട്ടേൺ ബൈ.